എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ധനു 14 29/12/2025 തിങ്കളാഴ്ച. ഇന്ന് എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അധ്വാനം നിറഞ്ഞൊരു ദിവസമായിരിക്കും. ആരോഗ്യപരമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. എങ്കിലും ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കണ്ടകശനി, ഏഴര ശനി കാലമായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. സാമ്പത്തികമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതും ആവശ്യമാണ്. വലിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരുപാട് ഓഫറുകളും പ്രോജക്റ്റുകളും ഒക്കെ വന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം പുതിയ പ്രതീക്ഷയുടെ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങളെല്ലാം അയവ് വരുന്ന ദിവസമാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ പരിഹരിക്കാൻ സാധ്യതയുള്ള രീതിയിൽ ബിസിനസ്സുകൾ നടക്കുവാനോ വരുമാനം ഉണ്ടാകുവാനോ ഒക്കെ സാധ്യതയുണ്ട്. കിട്ടാതെ കിടക്കുന്ന ബില്ലുകൾ പാസ്സാകാനോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. വസ്തുവകൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഇരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. അതുപോലെ കന്നുകാലികളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക്, ഫാം ഹൗസുകളുള്ളവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ഉല്ലാസയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും. യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അംഗീകാരവും സ്ഥലമാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വിധിയുമൊക്കെ വരുന്ന ദിവസമായിരിക്കും. ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലൂടെ മുൻപോട്ട് പോകുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. സന്തോഷകരമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന ദിവസമായിരിക്കും. എന്നാൽ ജോലിഭാരം കൊണ്ട് ചില മനക്ലേശങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിയമപാലകർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കേസ്, വഴക്ക് ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദംകാല, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷയുടെ ദിവസമായിരിക്കും. പുതിയ ജോലിയിൽ ഏർപ്പെടാനോ പുതിയ സംരംഭങ്ങൾ തെളിഞ്ഞു വരാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. കൃഷിയിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ കാർഷിക വായ്പകൾ അന്വേഷിക്കാനോ ഒക്കെ ഇറങ്ങുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ മലഞ്ചരക്ക് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കെട്ടിക്കിടക്കുന്ന വസ്തുക്കളൊക്കെ കച്ചവടം നടത്തുവാനും ധനലാഭം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി മാതാപിതാക്കൾക്ക് ക്ലേശങ്ങൾ കുറഞ്ഞു കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും നടപടി ഉണ്ടാകുന്ന ദിവസമാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിഹരിക്കാനായി മധ്യസ്ഥർ വരുന്ന ഒരു ദിവസമായിരിക്കും. കേസിലും വഴക്കിലും പെടാതെ കാര്യങ്ങൾ മുൻപോട്ട് പോകുവാനുള്ള തീരുമാനങ്ങൾ എത്തുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ലാഭം ലഭിക്കുന്ന ദിവസമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ കായികമായ ജോലി, ആയുധം കൊണ്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ്. എന്നാൽ വീട്ടമ്മമാർക്ക് ചില ഭാഗ്യദോഷങ്ങൾ വരുവാനും അസുഖങ്ങൾ പിടിപെടുവാനും തീപ്പൊള്ളലോ അല്ലെങ്കിൽ ചെറിയ മുറിവുകളോ ഒക്കെ ഏൽക്കാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെ കാണുന്നു. ശാരീരികമായ ക്ലേശങ്ങൾക്കൊക്കെ ആയി വരുന്ന ദിവസമാണ്.
സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. പുതിയ ബന്ധങ്ങൾ മൂലം പ്രതീക്ഷകൾ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കലാകാരന്മാർക്കും ഏറ്റവും അനുകൂലമായ ദിവസമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിദേശത്ത് പഠനത്തിനൊരുങ്ങുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിയമപാലകർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവമാണെങ്കിലും ഗുണാധിക്യം കാണുന്നു. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. സ്റ്റേഷനറി പോലെയുള്ള വ്യാപാരങ്ങളിലും ബിസിനസ്സിലും കച്ചവടത്തിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ തീപിടുത്തത്തിന് സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ട വിഭാഗക്കാരാണ് ഹോട്ടലുകാർ. അതുകൊണ്ട് ഹോട്ടൽ ജോലി ചെയ്യുന്നവർക്കും ഹോട്ടൽ നടത്തുന്നവർക്കും അഗ്നിബാധ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതുണ്ട്. തൊഴിലിനെ സംബന്ധിച്ച് ചില തീപിടിക്കുന്ന അവസ്ഥ വരുവാനും സാധ്യതയുണ്ട്. ഹോട്ടൽ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നവർക്കൊക്കെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക, കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്യുക. സന്താനങ്ങളിൽ നിന്ന് വളരെ ആശ്വാസകരമായ സമീപനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ദിവസമാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. കുടുംബവുമായി ആലോചിച്ച് വലിയ വലിയ നല്ല കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ഗ്രഹസംബന്ധമായ ചില അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനും അല്ലെങ്കിൽ പുതിയ ഗ്രഹം വാങ്ങുവാനും പുതിയ വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനുമൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഫാം ഹൗസുകളൊക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷകൾ സഫലീകരിക്കുന്ന ദിവസമായിരിക്കും. യാത്രകൾ അനിവാര്യമായി വന്നേക്കാം. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ചില ശാരീരിക ക്ലേശങ്ങളോ വേർപാടുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നതാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കണ്ടകശനി കാലകമായതുകൊണ്ട് ധനുക്കൂറുകാർക്ക് തീർച്ചയായും വാഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. 4-ലാണ് ശനി നിൽക്കുന്നത്. വാഹനം, വീട്, മാതാവ് ഇതിനെയൊക്കെ ബാധിക്കുന്നതായ ദോഷകരമായ ചില അനുഭവങ്ങൾ അടിക്കടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥന വളരെ അനുകൂലമാണ്, അനിവാര്യമാണ്. എല്ലാ ദിവസവും പറയുന്നത് പോലെ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക, ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശാസ്താവിനെ 7 പ്രദക്ഷിണം വയ്ക്കുക. അതേപോലെ എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞിൽ കത്തിച്ച് 18 പ്രാവശ്യം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശനിയുടെ സ്ഥാനം പുറത്താണ്. വിശ്വാസമുള്ളവർ അത് ചെയ്യുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം ചില നിർഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നേക്കാം. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ ബാധിക്കുവാനോ സന്താനങ്ങളെ കൊണ്ട് ചില വൈഷമ്യങ്ങൾ ഉണ്ടാകുവാനോ സന്താനങ്ങളെ കുറിച്ച് ദോഷകരമായ ചില വാർത്തകൾ വന്നു ഭവിക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. അഡ്വർടൈസിങ് അല്ലെങ്കിൽ ഏജൻസികൾ ഒക്കെ നടത്തുന്നവർക്ക്, കലാപരമായ ഏജൻസികൾ നടത്തുന്നവർക്കൊക്കെ വളരെയധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. സുഖകരമായ ഒരന്തരീക്ഷം തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തികമായും നേട്ടങ്ങളുണ്ടാകുന്ന ദിവസമായിരിക്കും. അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്.
ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം ജോലിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒഴിച്ചാൽ മറ്റ് ചില നേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ തൊഴിൽ സ്ഥാനത്ത് നിന്നുണ്ടാകുവാൻ സാധ്യതയുണ്ട്. നഷ്ടങ്ങളൊക്കെ പരിഹരിക്കുമാറ് ചില സാമ്പത്തിക സഹായം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അതേപോലെ ഏഴരശനിയുടെ പോക്കായതുകൊണ്ട് കാലിന് കൈക്കൊക്കെ ചതവും ഒടിവും മുറിവും ഒക്കെ ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കയറ്റം കയറുന്നവരും ഇറക്കം ഇറങ്ങുന്നവരുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകണം. ഇന്നത്തെ ദിവസം യാത്രയ്ക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ഇന്ന് നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാനും അത്ര ഉചിതമായൊരു ദിവസമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് വളരെയധികം അംഗീകാരം ലഭിക്കുന്ന ദിവസമായിരിക്കും. പ്രൊമോഷനുകൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. ജന്മശനിക്കാലമായതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം വന്നു ചേരാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളിൽ നിന്ന് ചില വിപരീതമായ അനുഭവങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട പോലെ ഒരു അനുഭവം ഉണ്ടാകുവാനും അതുമൂലം മനക്ലേശമോ മാനസിക വൈകല്യങ്ങളോ ഒക്കെ അനുഭവപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. മാനസികമായ ചില സംഘർഷങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സർവേശ്വരൻ എല്ലാ നന്മകളും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.